12 വർഷമായി വീട് കണ്ടിട്ട് ഇതുവരെ തൂക്കാത്ര നമ്മളെ വീട്ടിലില്ല. വീട്ടിലെപ്പോഴും കാണാൻ പോകുന്ന ഡ്രസ്സാണ്. ഈ കുപ്പിയാകുമ്പോ കുട്ടിന്റെ പോലെ തോന്നുന്നത്. അച്ഛനക്കുള്ളത് വേണം. പണ്ടൊക്കെ ജോൺസന്റെ സോപ്പ് അതാ ട്രസ്റ്റ് അതിന്റെ ആ സ്മെല്ലാണ് കുട്ടികളെ സ്മെല്ല്. ബുബുക്കുട്ടാ ഭയം നമ്മൾ പെട്ടി പാക്ക് ചെയ്യാൻ പോവാണ്. നിക്ക് ഭയം നമുക്ക് തുണികൾ എടുക്കാൻ പോവാ. ഇല്ല വിളിക്കില്ല ബാ. എന്നാണ് കേട്ടോ നമ്മുടെ ബാഗ് പാക്കിയും സാധനങ്ങളൊക്കെ കൊടുന്ന് ഇപ്പം ഇന്നലെ വാഷ് ചെയ്തിട്ട് ഉള്ളിൽ ഉണക്കിന്ന് കേട്ടോ. അപ്പോൾ ഒന്ന് വെയിലുണ്ടിട്ട് വെച്ചിട്ടൊക്കെ പുറത്തൊന്നും ഇട്ടതായിരുന്നു. ഇനിയൊക്കെ പെറുക്കി എടുക്കട്ടെ. ഇപ്പോൾ വയസ്സാം കാലത്ത് ഇങ്ങനെ ഉണ്ടായി അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാ കുട്ടികളും പറയും ഇതിനെ താത്ത എപ്പോഴും വയസ്സായി എന്ന് പറയുന്നത് എന്ന് പറയേ. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു വയസ്സാം കാലത്ത് ഇങ്ങനെ ഒരു കുഞ്ഞിക്കുപ്പായം എനിക്ക് വേണ്ടി മേടിക്കേണ്ടിയിരുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. കുഞ്ഞിക്കുപ്പായങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു കൗതുകം തന്നെ അല്ലേ അല്ലേ. ഇതിങ്ങനെ തിരുമ്പുമ്പോഴും മുണക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. ഇതൊക്കെ ഞാൻ കുറച്ച് ഷാമ്പൂവിൽ മുക്കിയിട്ട് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് പിന്നെ ഡെറ്റോളിൻ്റെ വെള്ളത്തിൽ മുക്കിയിട്ട് ഉണക്കിയതാട്ടോ. അപ്പോൾ ഇതൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ മേടിച്ചിരുന്നത്. അല്ലെങ്കിൽ പണ്ടൊന്നും ആണെങ്കിൽ ഇതൊന്നും മേടിക്കാൻ സമ്മതിക്കൂലല്ലോ. അങ്ങനെ മേടിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഗർഭിണികൾ തുന്നരുത്, എന്തെങ്ങനെ കുപ്പായം മേടിക്കരുത്, അങ്ങനെ പലതും പറയുമല്ലോ. ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിക്ക് കുട്ടിക്ക് കുപ്പായം തുന്നലായിരുന്നു പണി. ഇത് ഒരു കൊട്ട നിറച്ച് കുപ്പായം തുന്നിച്ചിരുന്നു. എന്നുവെച്ചാൽ അങ്ങനത്തെ കുപ്പായങ്ങളൊക്കെ വാങ്ങിച്ച് ഈ കുട്ടീനെ നമുക്ക് ഈ കുപ്പായൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് വലിയൊരു കേടാക്കാറ് ഈ കുപ്പായങ്ങളൊക്കെ കാണുമ്പോൾ. അതുകൊണ്ടൊക്കെ ഒരു പണ്ടത്തെ ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് ഞാൻ വിചാരിക്കണത്. നമുക്ക് ഇതൊക്കെ ഡിസ്റ്റിൽ ഇട്ടിട്ട് വേണം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പാക്കിംഗ് വീഡിയോ യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. കാരണം ഓരോരുത്തരും പാക്കിംഗ് വീഡിയോ കണ്ടിട്ട് കുറേ പാക്കിംഗ് വീഡിയോ കണ്ടിട്ട് കുറേ കണ്ടിട്ടാണ് ഞാനും ഇതൊക്കെ വാങ്ങിച്ചു കിട്ടും. അപ്പോൾ അതേപോലെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. ഞാൻ എന്തൊക്കെ എൻ്റെ വീട്ടിൽ വെക്കണതെന്നുള്ളത് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. ബയ്യാട്ടോ കുട്ടിയുടെ കുപ്പായങ്ങളൊക്കെ ബ്ലാക്കാണ്. ഏതാ ആദ്യം ഇട്ടെടുക്കുക കുട്ടിക്ക്? ഇങ്ങനത്തെ ഇട്ട് കൊടുക്കുക, റോംബറ ഇട്ട് കൊടുക്കുക, ഇങ്ങനത്തെ ഇട്ട് കൊടുക്കുക അല്ലേ. നല്ലൊരു കുട്ടീനായിട്ട് കാണാൻ പറ്റുക. പുള്ളിക്കുപ്പായങ്ങളും കുഞ്ഞിക്കുപ്പായങ്ങളും ഇവിടെ നിറച്ച് കുപ്പായങ്ങളൊക്കെ ആക്കാറില്ലേ. അടുത്തത് കുട്ടിയുടെ പപ്പയാണ് കേട്ടോ ഇടുന്നത്. ഞാൻ പാക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് വെക്കട്ടെ കേട്ടോ. നമ്മൾ സാധനങ്ങളെല്ലാവരും ബെഡിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നർ വെയർ മേടിച്ചിട്ടുള്ളത് ഷയവേന്നാണ് കേട്ടോ. നഴ്സിംഗ് ബ്രായൊക്കെ വേണമല്ലോ, പാല് കൊടുക്കാനുള്ള ഇവിടെ ഫ്രണ്ട് ഓപ്പണുള്ള ബ്രായും ഒക്കെ വേണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഷയവേന്ന് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷയവേയിൽ ഒരുപാട് ഓഫറുകൾ ഉണ്ടാവുമല്ലോ. എന്തൊക്കെയും നല്ല ഓഫറുകളാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ബ്രാ എടുക്കുമ്പോൾ എത്ര പൈസ കൊടുക്കണം. ഷയവേയിൽ ഒരുപാട് ഓഫറുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച ബ്രാകളൊക്കെ നമുക്ക് കാണിച്ചു തരാം. ബ്രാ എങ്ങനെയൊക്കെ വാഷ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള കാർഡാണ് കേട്ടോ. നമുക്ക് സാധാരണ ഷോപ്പുകളിൽ നിന്നൊക്കെ ബ്രാ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു മടിയായിരിക്കും ഇല്ലേ, എങ്ങനെ ചോദിക്കാം. എല്ലായിടത്തും ലേഡീസ് സ്റ്റാഫ് ഉണ്ടായിക്കോളണമെന്നില്ല. എന്നാലും നമ്മളെ സൈസ് അത് ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചമ്മലാക്കാരില്ലേ. അതുപോലെ തന്നെ എല്ലാ കടകളിലൊന്നും എല്ലാ ടൈപ്പ് ബ്രാകളും നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലത്തെ ബ്രാകളൊന്നും ഉണ്ടായിരുന്നു. നമുക്ക് എവിടെയും പോകും വേണ്ട, ആരോട് ചോദിക്കും വേണ്ട, ആരും അറിയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാകൾ വാങ്ങിക്കാൻ പറ്റുമല്ലോ. ഷൈവയിൽ ബ്രാകൾ മാത്രമല്ല കേട്ടോ, അണ്ടർവെയറുകളും അതേപോലെ നൈറ്റ് വിയറുകളും ഇൻഷേപ്പും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനായിരിക്കും ഓൺലൈനായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ
അളവ് കറക്റ്റ് ആവും എന്നുള്ളത്. ഷേവേൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അളവ് നമ്മൾ ജസ്റ്റ് നമ്മളുടെ 2 അളവുകൾ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുയോജ്യമായ അളവുകൾ ഏതാണെന്ന് അവരുടെ സൈസ് കാൽക്കുലേറ്ററിൽ നമുക്ക് കാണിച്ചു തരും കേട്ടോ. അതിപ്പോൾ അണ്ടർവെയറിന്റെ ആണെങ്കിലും അതുപോലെ ബ്രാൻഡിന്റെ ആണെങ്കിലും സൈസ് അവരുടെ സൈസ് കാൽക്കുലേറ്ററിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട. ഇനിയിപ്പോൾ അഥവാ നമുക്ക് എന്തെങ്കിലും കാരണത്താൽ അത് മടക്കി അയക്കണം എന്ന് തോന്നിയാൽ 15 ദിവസത്തിനുള്ളിൽ നമുക്കത് റിട്ടേൺ ചെയ്യാനും പറ്റും. അപ്പോൾ പിന്നെ ആ ടെൻഷനും ഇല്ല. ഞാൻ വാങ്ങിച്ച ഓരോ ബ്രാഗുകൾ കാണിച്ചു തരാം. ഷൈവേത്തെ ഒരുപാട് ഓഫറുകളും കാണിച്ചു തരാം കേട്ടോ. ഇത് നഴ്സിംഗ് ബ്രാ ആണ് കേട്ടോ. ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാൻ പറ്റണേ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകളാണ് കേട്ടോ. ഷൈവേത്തെ എല്ലാ ബ്രാഗുകളാണെങ്കിലും ബ്രാ മാത്രമല്ല ഷൈവേൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് അത് നല്ല വീതിയുള്ള സ്ട്രാപ്പോടും ഒക്കെ കൂടിയിട്ടുണ്ട്. നല്ല കംഫർട്ട് ഉണ്ട് ഇത്. പിന്നെ ഇതും ഒരു നഴ്സിംഗ് ബ്രാ ആണ് കേട്ടോ. ഇത് പിന്നെ പാഡൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബ്രാ ആണ് കേട്ടോ. നല്ല നല്ല ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ ബ്രാകളും ഇതൊക്കെ വാങ്ങിക്കൽ കുറച്ച് പിന്നാക്കായിരിക്കും. കുറച്ച് പഴകിയാലും അല്ലെങ്കിൽ നമ്മളെ ഷേപ്പിനും കാര്യത്തിനും ഒന്നും അനുസരിച്ചിട്ടൊന്നും വാങ്ങിക്കാൻ അധികം ആരും ശ്രദ്ധിക്കൂല. സത്യത്തിൽ നമ്മളെ ശരീരമൊക്കെ നന്നായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ബ്രാക്കും നല്ലൊരു പങ്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല നല്ല ഡ്രസ്സുകൾ വാങ്ങിക്കണ പോലെ തന്നെ നല്ല നല്ല ബ്രാകളും വാങ്ങിക്കൽ മസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിച്ച ബ്രാകൾ മാത്രമല്ല കേട്ടോ ഷൈവേയിലുള്ളത്. പുഷപ്പ് ബ്രാ, നഴ്സിംഗ് ബ്രാ, സ്പോർട്സ് മിനിമൈസർ ബ്രാ, സ്ട്രാപ്ലെസ് ബ്രാ, സെമി ബ്രാ, ബിഗിനേഴ്സ് ബ്രാ, പ്ലസ് സൈസ് ബ്രാ, അങ്ങനെ ഒരുപാട് ബ്രാകളുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ഓഫറുകളുണ്ട്. ഓഫറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ വാങ്ങിക്കുന്ന സമയത്തുള്ള ഓഫറുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ബ്രാ വെറും 899 രൂപക്ക്, അതുപോലെ 3 ബ്രാ വെറും 1199 രൂപക്ക്, അതുപോലെ 2 നഴ്സിംഗ് ബ്രാക്ക് വെറും 1299 രൂപ, അതുപോലെ 3 പാൻറ്റീസിന് 599 രൂപ, 2 കാമിസോൾ വെറും 599 രൂപ, അതുപോലെ നൈറ്റ് വെയർ 20% ഓഫ്, അതുപോലെ 2 സ്പോർട്സ് ബ്രാ വെറും 1049 രൂപ. ഒത്തിരി ഓഫറുകൾ നിറഞ്ഞതാണ് കേട്ടോ ഷയ്യവേ. അപ്പോൾ ഷയ്യവേന്ന് ഓഫറോട് കൂടിയിട്ട് ബ്രാകളും അണ്ടർവെയറുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു കൂപ്പൺ കോഡ് വെച്ച് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപക്കോ അതിൻ്റെ മുകളിലോ പർച്ചേസ് ചെയ്യുന്നവർക്ക് 10% വരെ ഓഫറോട് കൂടിയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് എന്നും ഉപയോഗിക്കാൻ പറ്റും. എപ്പോൾ വാങ്ങിക്കുമ്പോഴും ഈ ഒരു കൂപ്പൺ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ആദ്യം ബേബിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം അല്ലേ. ബേബിക്കുള്ളതൊക്കെ ഇതിൽ വെക്കട്ടോ. പണ്ടൊക്കെ നമുക്ക് ഓട്ടോട്ടുള്ള കൊട്ടയല്ല, പിന്നെ ഓട്ടോട്ടുള്ള കൊട്ടൊന്നല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബേബിയുടെ കുപ്പായം നേരിട്ടിട്ട് ഇതിൽക്കാനായിട്ട് വെക്കാൻ പറ്റും. മറ്റേത് നമ്മൾ കവറിലൊക്കെ ആക്കിയിട്ട് വേണം വെക്കാൻ, പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോകില്ലേ. ഈ ബാസ്ക്കറ്റിൻ്റെ കൂടെ വന്നതാണ് കേട്ടോ ഇതും, പിന്നെ ഈ ഒരു ബേബി ഡ്രസ്സും, പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പില്ലോ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വന്നതാണ് കേട്ടോ ഇതും. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല സോഫ്റ്റ് മെറ്റീരിയലും ഒക്കെയാണ് കേട്ടോ. പക്ഷെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇത് അയച്ചു തന്നത് കുറേ ആയി ഇത് അയച്ചു തന്നിട്ട് കേട്ടോ. പക്ഷെ ഇത് ആരാ അയച്ചു തന്നത് എന്നുള്ള ഇതെനിക്കില്ല. കാരണം വാട്സപ്പിൽ എങ്ങനെ നോക്കിയിട്ടും ആ ഒരു മെസ്സേജ് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ അത്രയും പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ ഇടുമ്പോൾ എൻ്റെ ഉടമസ്ഥ ഇത് കാണും, കണ്ടിട്ട് മെസ്സേജ് അയക്കും, കമൻറ്റ് ചെയ്യും എന്നൊക്കെ. അപ്പോൾ ആ കമൻറ്റ് ഞാൻ മുകളിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ കാണാൻ പറ്റുമല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോണത്. അപ്പോൾ ഈ ബാക്ക് പാക്കിങ്ങിൽ ഇത് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. ഇത് മാത്രമല്ല വന്നത്, ഇനി ഒരു ബേബി ബെഡും കൂടി നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ലേസൊക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ലതുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ ബേബിയുടെ സാധനങ്ങളൊക്കെ വെക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ആ ബെഡൊക്കെ കാണിച്ചു തരാം കേട്ടോ. എടുക്കേണ്ട സാധനങ്ങളൊക്കെ മുകളിൽ വെക്കാം അല്ലേ. ഇതൊക്കെ ടർക്കികളാണ്. ഇങ്ങനത്തെ ടർക്കികൾ 2-3 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ആദ്യം തന്നെ വേണ്ടാത്ത, അപ്പോൾ ഇതൊക്കെ അടിയിൽ വെക്കട്ടെ. എന്നുവെച്ചാൽ എപ്പോഴും കുട്ടീനെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാനൊക്കെ, എപ്പോഴും മൂത്രം ഒഴിച്ചാലൊക്കെ പിന്നെയും മാറ്റണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 ഉണ്ട്. ഇത് നമുക്ക് ബേബിനെ വാങ്ങിക്കുമ്പോൾ ഇത് എടുക്കാമെന്ന് പറഞ്ഞിട്ടോ ഷെഫ് മോൻ വാങ്ങിച്ച ഒരെണ്ണം കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് വാഷ് ചെയ്തിട്ടില്ല. അത് വാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഷെഫ് മോൻ പറഞ്ഞു പ്യുവർ വൈറ്റ് ആയിക്കോട്ടെ ആദ്യം റിസീവ് ചെയ്യുന്നത്, അത് മുകളിൽ വെക്കാം. ഇത് പിന്നെ ഡ്രൈ ഷീറ്റാണ് കേട്ടോ. ഡ്രൈ ഷീറ്റ് മസ്റ്റാണ് എല്ലാ പാക്കിംഗ് വീഡിയോയിലും പറയും. ഡ്രൈ ഷീറ്റ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇവിടെ നല്ല സോഫ്റ്റാണ്. ഉള്ളിൽ കണ്ടോ മൂത്രമൊന്നും താഴത്തേക്ക് പോകില്ല. അതാണ് ഡ്രൈ ഷീറ്റ് കേട്ടോ. ഇതൊക്കെ ഞാനത് ചെമ്മാട് നെയ്യ ലേഡീസ് ഇന്നർ വെയറിൽ പോയപ്പോൾ വാങ്ങിച്ചോട്ടോ. അവിടെ എല്ലാത്തിൻ്റെയും കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ബേബിക്ക് വാങ്ങിച്ചൊരു ടർക്കിയാണ് കേട്ടോ. ഇതും അടിയിലിരിക്കട്ടെ, ഇതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. പിന്നെ ഇത് ആ ബേബിക്ക് ലിനൻ്റെ ഇങ്ങനത്തെ പുള്ളി ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇങ്ങനത്തെ കുറച്ചുണ്ട്. പിന്നെ ഈ കുഞ്ഞു പുള്ളികളുള്ളതുണ്ടല്ലോ അങ്ങനത്തതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കെട്ടുകുപ്പായം ഇത് കെട്ടും, പിന്നെ ഇത് ബട്ടണുമാണ്. പിന്നെ പ്യുവർ വൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങനത്തെ റോംബർ 3 വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ വാഷ് ചെയ്ത് ഉണക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കുട്ടികളങ്ങനെ എത്ര പൊതിഞ്ഞാലും പിന്നെ കുട്ടികൾ കയ്യും കാലൊക്കെ ഇങ്ങനെ എടുത്തിട്ടുമല്ലോ. കുട്ടികൾക്ക് ഇങ്ങനെ പുറത്ത് വന്നേക്ക് നമ്മളെ ലോകത്തേക്ക് വന്നേക്ക് അങ്ങനെ കാറ്റും വെളിച്ചൊന്നും തട്ടാൻ പറ്റില്ല എന്നല്ലേ പറയാം.
അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇങ്ങനത്തെ റോംബറുകൾ ഇട്ട് കൊടുക്കുമ്പോൾ പമ്പേഴ്സ് ഇടേണ്ടി വരും. ഹോസ്പിറ്റലിന് ചിലപ്പം പമ്പേഴ്സ് ആയിരിക്കും, എനിക്ക് അറിയില്ല അതൊന്നും. പമ്പേഴ്സ് യൂസ് ചെയ്യാതിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ റോംബറുകളൊക്കെ ഞാൻ അടിയിലേക്ക് വെക്കണം കേട്ടോ. അപ്പം ഇതിൽ നിന്നൊരു കുപ്പായാണ് കുട്ടീനെ വാങ്ങിക്കുമ്പോൾ എടുക്കുന്നത്. ഇത് എടുക്കല്ലേ, ഇതാക്കാം. ഇത് കുട്ടീനെ കാണിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കുപ്പായ ആയിരിക്കും. ബാക്കി കുപ്പായങ്ങളൊക്കെ ഇതിലേക്ക് വെക്കട്ടെ. പിന്നെ ഇതാ കുട്ടിയുടെ കയ്യമ്മയും കാലുമൊക്കെ ഇടാനുള്ള മിറ്റൻസ് നത്ര ഇതിനൊക്കെ പറയുന്നതൊക്കെ എപ്പോഴാണ് കേട്ടോ എനിക്കറിയണത്. കുട്ടിക്ക് നഖമൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ മുഖത്തൊക്കെ ഇങ്ങനെ കോർണേനും അതിനൊക്കെ കൂടിയിട്ടാണ് മിറ്റൻസ് ഉണ്ട് കേട്ടോ. 2 കയ്യമ്മയും 2 കാലുമയും അല്ല, ഒക്കെ സോക്സ് അല്ല. ഒന്നും അറിയില്ലേ, ഞാൻ എനിക്ക് തന്നെ അറിയില്ല എന്നിട്ടല്ലേ. അപ്പം അത് ഇതിലിരിക്കട്ടെ. പിന്നെ കുട്ടിക്ക് അമ്മിഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിരിയൊക്കെ തുടക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ തുടക്കാനുള്ളത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും അത്യാവശ്യമുള്ള നല്ലതൊക്കെ അതിൻ്റെ ഉള്ളിൽ അടിയിൽ വെക്കട്ടെ. പിന്നെ ഇത് പമ്പേഴ്സ് അവിടുന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല പമ്പേഴ്സാണെന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ബേബിക്ക് ഇതാ പൗഡർ, പണ്ടൊക്കെ ജോൺസന്റെ സോപ്പ് അതാ ട്രിസ്റ്റ്, അതിൻ്റെ ആ ഒരു സ്മെല്ലാണ് കുട്ടികളെ സ്മെല്ല്. ഇപ്പം എല്ലാവരും ഇതാ വാങ്ങിക്കണത്. എല്ലാവരും വാങ്ങിക്കുന്നത് എന്തായാലും വെച്ചിട്ട് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബോഡി ലോഷനും പൗഡറും. ഇതൊന്നും ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുമെന്ന് അറിയില്ല, എന്തായാലും ഇതൊക്കെ ബാഗിൽ വെക്കുന്നുണ്ട്. പിന്നെ ബേബിയുടെ സോപ്പ് പൊട്ടിച്ച് കഴിഞ്ഞാൽ സോപ്പ് നിലത്ത് വെക്കണ്ടല്ലോ, അത് കാരണം സോപ്പ് പെട്ടി ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ബേബി വൈപ്സും ഉണ്ട് കേട്ടോ, നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ബേബി വൈപ്സ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുകയായിരുന്നു. എത്ര സാധനങ്ങളാണ് ഞാൻ ഏറ്റവും അടിയിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഇത് ബേബിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനുള്ളതാണ്. ഇത് ബേബിനെ മേടിക്കാൻ നേരത്ത് കൊടുക്കാനുള്ള കുപ്പായം. ഇത് ബേബിനെ തോർത്താനുള്ള കുഞ്ഞു തോർത്താണ് കേട്ടോ. ഇതൊക്കെ കഴുകിയതാണ്. അപ്പൊ ഇത് മുകളിൽ വെക്കുക. അത് അവർ ചോദിക്കുമ്പോ, കുട്ടിന്റെ ഡ്രസ്സ് ചോദിക്കുമ്പോ കൊടുക്കണം കേട്ടോ. അതൊക്കെ തപ്പി പിടിച്ചിട്ട്. പിന്നെ അതുപോലെ ഒരു സോപ്പും വെക്കുന്നുണ്ട്. പിന്നെ ഓയിലും സോപ്പൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇത് മുകളിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പൊ കുട്ടിയുടെ കുപ്പായം അത് ഇതെന്ന് പറയുമ്പോ അതാ കൊട്ടയുടെ മുകളിലുണ്ടാവും കേട്ടോ. അത് ഈ സെറ്റ് എണ്ണയും സോപ്പും തോർത്തൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പൊ ബേജാറില് 24 കൊല്ലം മുമ്പത്തെ പരിചയമാണ്. പിന്നെ സംസം വെള്ളം, ഇത് കുട്ടിക്ക് കൊടുക്കാനുള്ള സംസം വെള്ളമാണ് കേട്ടോ. അപ്പൊ ഈ ക്യൂട്ട് കുപ്പി ഇപ്പൊ ഒപ്പിച്ചു കൊടുക്കണം. അപ്പൊ കാക്ക അത് എപ്പോഴും ഈ കുപ്പിമൊക്കെ നോക്കലാ പണി. ഇക്കാക്ക് ഈ കുപ്പി കാണുമ്പോ കുട്ടിന്റെ പോലെ തോന്നുന്നത്. അപ്പൊ സംസം വെള്ളം കൊണ്ടാൻ വേണ്ടി കുപ്പി വേണമെന്ന് പറഞ്ഞപ്പോ ഒക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. ഈ കുപ്പി എന്തൊരു ജ്യൂസിന്റെ എന്തൊരു കുപ്പി. അപ്പൊ അത് നന്നായി കഴുകി വൃത്തിയാക്കി സംസം വെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇക്കാണ്ട് പറഞ്ഞേ ആ സമയത്ത് ഇക്കന്നെ കൊടുക്കാൻ കേട്ടോ. ഷെഫ് മോനെ കൊണ്ടൊന്നും കൊടുപ്പിക്കരുത് എന്ന്. കാരണം എന്താ പറയുക, ഷെഫ് മോന് തിന്നാത്ത ഒരാളാ, ഭക്ഷണം വേണ്ടാത്ത ഒരാളാ. ഇക്ക നല്ല ഭക്ഷണമൊക്കെ വേണ്ട ആളല്ലേ. അപ്പൊ ഇക്ക ആദ്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ. അങ്ങനെയൊക്കെയല്ലേ പറയാ, ആദ്യം ഭക്ഷണം തൊട്ട് കൊടുത്തു ആളെ പോലെ ഇരിക്കുന്നൊക്കെ. വെറുതെ നമ്മളൊരു വിശ്വാസത്തിന് അങ്ങനെ. അപ്പൊ തേനും പിന്നെ ഈത്തപ്പഴം അതൊന്നും കൊടുക്കണം കേട്ടോ. കുട്ടികൾക്ക് അതൊന്നും വന്നാല് അതൊന്നും കൊടുക്കലൊന്നും ശരിയല്ലല്ലോ. സംസം വെള്ളം മാത്രം. അപ്പൊ സംസം വെള്ളം ഉണ്ട് മുകളിൽ വെച്ച് സെറ്റായി. അപ്പോൾ ബേബിയുടെ സാധനങ്ങളൊക്കെ സെറ്റായിട്ടാണ്. ഞാൻ സെറ്റായിന്ന് പറയുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഇല്ലാത്തതുണ്ടോന്ന് അറിയില്ല. ചിലപ്പം കുറെ കഴിഞ്ഞാൽ ഓർമ്മ വരും. അതാ ആശുപത്രി കൊട്ട സെറ്റ് ബേബിക്കുള്ളത്. പിന്നെ ഇത് ഞാനിങ്ങനെ ആശുപത്രിക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് കാണിച്ചു തരാം. ഇത് അയച്ചപ്പോൾ അവരെന്നെ അയച്ചതാണ്. അതിന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. ഈ ഒരു തൊപ്പിയും സോക്സ് ഉണ്ട്, മിറ്റൻസ് ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. അതിന്റെ സെറ്റ് ആയിട്ടുള്ള കുപ്പായം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്നും വാഷ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതും കൂടി വാഷ് ചെയ്തിട്ട് വേണം വെക്കാൻ ഇതിൽ കിട്ടും. അപ്പൊ ഇത് എടുത്ത് വെക്കട്ടെ വാഷ് ചെയ്യാൻ. അപ്പോൾ ഇതാ കുട്ടിക്ക് കൊതുകൊന്നും കൊള്ളാതിരിക്കാൻ കേട്ടോ. ഇതിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണില്ല. ഞങ്ങൾ ലുല്ലാബിക്ക് പോകില്ലേ, ആ സമയത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പോകില്ലേ, ആ സമയത്ത് കൊണ്ടുപോകണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഈ ലൈസും ഒക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല സോഫ്റ്റ് ഉള്ള ബെഡും ഇതൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ വെക്കാനുള്ള ഇതുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഈ ഒരു കുഷ്യനുണ്ട് കേട്ടോ, കുഞ്ഞാപ്പി കുഷ്യന്. ഇതിന്റെ സാധനങ്ങളൊക്കെയാണ് ഈ ഒരു പെട്ടിയിലാട്ടോ കൊണ്ടുവരുന്നത്. ഇതിലിപ്പോൾ എന്താ ബെഡ്ഷീറ്റ് ഉണ്ട്, ഇതിൽ പില്ലോ കവറും ഉണ്ട് കേട്ടോ. ബെഡ്ഷീറ്റിന് 2 പില്ലോ കവറും ഉണ്ട്.
പിന്നെ 2 തോർത്തുമുണ്ടുണ്ട്. പിന്നെ ഇത് ഡയപ്പറുകളാണ് കേട്ടോ. ഹെവി ഫ്ലോ ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും. അപ്പോൾ 2 ഡയപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഡയപ്പർ അല്ലാണ്ടാണ് സാനിറ്ററി പാഡ്. പിന്നെ ഇത് ഡിസ്പോസിബിൾ പാൻറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ, അതായത് പാഡോട് കൂടിയിട്ടുള്ള പാൻറ്റിയാണ്, മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട്. ഒക്കെ ഉപയോഗപ്പെടൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇതിൻ്റെ ഇന്നർ വിയറുകളാണ് കേട്ടോ. ഇത് പിന്നെ ഫ്രണ്ട് ഓപ്പൺ മാക്സികളാണ് കേട്ടോ. ഫ്രണ്ട് ഓപ്പൺ മാക്സികൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിക്കണ്. പക്ഷെ എൻ്റെ മെഷീൻ കേടാവുകൊണ്ടേ ഞാൻ അതിൻ്റെ മുമ്പെങ്ങാനും ആയാലും ഇല്ലെങ്കിലും വെച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് മുകളിൽ വെക്കുന്നുണ്ട്. നമുക്ക് പോക്കറ്റിൽ വെക്കാം. അതിൻ്റെയൊക്കെ നമുക്ക് പോക്കറ്റിൽ വെക്കാം അല്ലേ. അതുപോലെ അണ്ടർ സ്കേർട്ടും ഷോളുകളും കേട്ടോ. പിന്നെ നിസ്കാരക്കുപ്പായാണ്. നിസ്കാരക്കുപ്പായ ഹോസ്പിറ്റലിൽ ഉണ്ടാവും, എന്നാലും നമ്മളതാകുമ്പോൾ നമുക്ക് സുഖമല്ലേ. ഞാൻ H+ന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നിസ്കാരക്കുപ്പായ കേട്ടോ. ഫുൾ കവറേജ് ആയിട്ടുള്ള. അപ്പോൾ നിസ്കാരക്കുപ്പായം വെക്കുന്നുണ്ട്. പിന്നെ ചെരുപ്പ്, ഇത് പുതിയ ചെരുപ്പാട്ടോ, അതുകൊണ്ട് ഇത് കവറിലൊന്നും ഇട്ടില്ല, നേരിട്ടിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പാഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുക്കാം. ഒക്കെ പോക്കറ്റിലാണ് കേട്ടോ. ഇക്കാൻ നീക്കാൻ ഇതൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും. ഇന്നർവേരും അങ്ങനെയുള്ള സാധനങ്ങൾ പോക്കറ്റിലാട്ടോ. ഞാൻ ബോധമില്ലാതെ കിടക്കേ. ഈ കവറിൽ കുറച്ച് കൊണ്ടാൻ വേണ്ടി സാധനങ്ങളാട്ടോ. എന്തൊക്കെയാണ് കാണിച്ചു തരാം. നമ്മൾ ഫേസ് വാഷും മോയ്സ്ചറൈസറും കയ്യുമ്മി കാലുമ്മി തേക്കാനൊക്കെ വരണ്ട് ഇതായി കൊണ്ട് ആവണ്ട വെച്ചിട്ട് അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു തിരുമ്പണ സോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുളിക്കണ സോപ്പ് എടുത്തിട്ടുണ്ട്, ലേഴ്സ്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ച പാത്രം കഴുകാനും ഇതിനൊക്കെ ഉള്ള വിമ്മും സ്ക്രബ്ബറും എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു ഡെറ്റോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രഷുകളും പേസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഒരു ഡിയോഡ്രൻറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഈ ഒരു കവറിലുള്ളതാണ്. ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കൂടെ ഒരു കവറിൽ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ പോയിട്ട് നമുക്ക് ബാത്റൂമിലും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ ബാഗിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ ഈ ഡോക്യുമെന്റ്, ഹോസ്പിറ്റലിന്റെ ഡോക്യുമെന്റ് എപ്പോഴും എൻ്റെ ഈ ഒരു വാനിറ്റി ബാഗിൽ തന്നെ എപ്പോഴും ഉണ്ടാവാറ്. ഇതിൽ എങ്ങോട്ട് പോകുമ്പോഴും ഈ വാനിറ്റി ബാഗ് കൊടുക്കും, അതിൻ്റെ ഉള്ളിൽ അതും ഉണ്ടാവും കേട്ടോ. അത് പിന്നെ അതിൽ തന്നെ വെക്കുക. പിന്നെ ഈ ബാഗിന്റെ പോക്കറ്റിൽ ഞാനിതാ ഈ റബ്ബർ എടുത്തിട്ടുണ്ടെങ്കിൽ 2 ഭാഗമൊക്കെ കെട്ടുത്രേ. 2 ഭാഗം മുടി കെട്ടിട്ടാ കയറ്റാൻ പോകുമ്പോ കുട്ടികളെ പോലെ അങ്ങനെയൊക്കെയാണ് ഇത്ര. അപ്പം അങ്ങനെ വേണ്ടി വന്നാലും വെച്ചിട്ട് റബ്ബർ എടുത്തിട്ടുണ്ട്, ചീർപ്പ് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് ഞാൻ ഈ ബാഗിന്റെ പോക്കറ്റിൽ വെച്ചിട്ടോ. അപ്പൊ അത് സെറ്റപ്പായി. അച്ഛനക്കുള്ളത് വേണം, അച്ഛനക്കും ബ്രോക്കും ഉള്ളതും വേണം കേട്ടോ. ഓലതൊക്കെ ഒരു ബാഗിലാക്കിയിട്ട് അത് വേറെ ആക്കണം. അതൊക്കെ ഓലെന്നെ എടുക്കുക ചെയ്യാം. ഇതാണല്ലോ അത്യാവശ്യം. അപ്പൊ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഐറ്റംസുകൾ കൂടി ഉണ്ട്. കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഞാൻ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാല് പഞ്ചസാരയും ചായപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പ്ലേറ്റും എടുത്തിട്ടുണ്ട്. അതുപോലെ കഞ്ഞി കുടിക്കാനുള്ള പാത്രം, ഒരു കയ്യിൽ ഒരു സ്പൂണിൽ അച്ചാറൊക്കെ എടുക്കാനുള്ള ഒരു ചെറിയൊരു പാത്രം. ഇത്ര പാത്രങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ആശുപത്രിയിലാകുമ്പോൾ എല്ലാതും കൂടി ഒന്നും വേണമെന്നില്ലല്ലോ, നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിലായിരിക്കുമല്ലോ. പിന്നെ ഞാനിതാ ഒരു നാരങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട് കേട്ടോ. കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ ഒന്ന് തൊട്ട് കൂട്ടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും നാരങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ മെയിൻ ഹോസ്പിറ്റലിന്റെ താരം ഫ്ലാസ്ക് കേട്ടോ. ഞങ്ങൾ സുഹൃത്തിൽ പോകുമ്പോൾ വാങ്ങിച്ചതാണ് ആദ്യമായിട്ട് ഈ ഒരു ഫ്ലാസ്ക്. അപ്പൊ ഷെഫ്കുട്ടൻ പറഞ്ഞു അതുകൊണ്ട് ഭാര്യക്ക് ഇനി പ്രസവിച്ചെടുക്കുമ്പോൾ കൊണ്ടുപോകാനാണ് ആ ഫ്ലാസ്ക് ഉണ്ട്. ഈ ഫ്ലാസ്ക് പക്ഷെ അത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരും എന്നറിഞ്ഞില്ല. അപ്പൊ എന്തായാലും ബനി എടുക്കുന്നുണ്ട് ഫ്ലാസ്ക്. പിന്നെ ഞങ്ങളെ വീട്ടിലില്ലാത്തൊരു സാധനം തൂക്കാത്രം കേട്ടോ. അപ്പൊ ഞാൻ ഇക്കാനോട് തൂക്കാത്രം വേണം, തൂക്കാത്രത്തിന് വേണ്ടേ കഞ്ഞിയൊക്കെ ഇങ്ങനെ മേടിച്ച് കൊണ്ടുവരാനൊക്കെ. 12 വർഷമായി വീട് കഴിഞ്ഞിട്ട് ഇതുവരെ തൂക്കാത്രം നമ്മളെ വീട്ടിലില്ല. അപ്പൊ തൂക്കാത്രം മേടിച്ചപ്പോ ഇക്ക കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ പറയാ നമ്മുടെ നാടൻ തൂക്കാത്ര രസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഇങ്ങനത്തെ ഒക്കെ ഒരു എന്താ അലാബുദ്ദീന്റെ പോലത്തെ ഒരു തൂക്കാത്രൊക്കെ കൊണ്ടുവന്നിട്ട് എന്തായാലും നാടൻ തൂക്കാത്രാണോ ഈ തൂക്കാത്രാണോ ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് പറയണേ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു തൂക്കുപാത്രം നമുക്ക് ഹോസ്പിറ്റലിൽ പോയ കഞ്ഞിയൊക്കെ ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ കൊണ്ടുവരാനുള്ളത്. പിന്നെ ഞാനൊരു ടവല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലവും ഒക്കെ ഒന്നിനും തുറക്കേണ്ടിയൊക്കെ വന്നാൽ 3 ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടാവുള്ളൂ. 3 അല്ലെങ്കിൽ 4 അറിയാലോ. ഓപ്പറേഷൻ ആണെങ്കിൽ 4 അല്ലെങ്കിൽ 3 അല്ലേ. അപ്പം അത്ര ദിവസം നമ്മൾ അടുക്കള തിണ്ടോ ഒക്കെ തുടക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു തുടക്കം കൊടുത്തിട്ടുണ്ട്. വെള്ളം ബോട്ടിൽ നമ്മൾ പോകുമ്പോൾ എന്തായാലും എടുക്കുമല്ലോ. അപ്പൊ ഭക്ഷണത്തിനായിട്ടുള്ള സാധനങ്ങൾ ഇതിലും സെറ്റ് ആയിട്ടുണ്ട്. ഞാനാണ് കൈകാര്യം ചെയ്യുന്ന ആള്. നമുക്ക് നല്ല മെമ്മറി പവർ ഉണ്ടാവും. മെമ്മറി പവർ വേണം. എവിടെ എന്തൊക്കെയോ അതെടുത്തോ അതെടുത്ത് ഒന്നും ആലോചിക്കാൻ പറ്റൂല. ഞാൻ പോകുന്നില്ലാതെ കിടക്കുക.
അപ്പോൾ ഇതാ ഞങ്ങളെ പാക്കിങ് കഴിഞ്ഞു. പാക്കിങ് ചെയ്യാത്തപ്പോൾ ഭയങ്കര ഇടങ്ങേറല്ലോ, പഠിച്ചോനെ എന്താ പാക്കിങ് ഇല്ലല്ലോ എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ പേടിയാണ് കേട്ടോ. പക്ഷെ പാക്കിങ് ചെയ്യാനത് നോക്കി നോക്കുമ്പോൾ അത്ര പണിയൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൂട്ടേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചത് കാണുമ്പോൾ പെട്ടി ഒരുക്കിക്കാത്ത അമ്മമാരോ ഗർഭിണികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും തോന്നും അത് ആ പെട്ടി കൊണ്ട് കിട്ടിയെങ്കിലേ. കാരണം എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, ഓരോ പെട്ടി പാക്കിങ്ങുകൾ ഇങ്ങനെ കാണുമ്പോൾ അതുപോലെ പെട്ടി കൊണ്ട് കിട്ടിയെങ്കിൽ അതിലെല്ലാം ഉണ്ടല്ലോ എന്ന് തോന്നും. അന്ന പോലെ എന്തായാലും പെട്ടിയായി. അപ്പൊ ഇനി കെട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം കെട്ടി സമാധാനായിട്ട് ഇരുന്നോളി. ഹോസ്പിറ്റലൊക്കെ ദൂരമുള്ള അടുത്തേക്ക്. ഇപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എന്റെ താത്താന്റെ അല്ലെങ്കിൽ അനിയത്തിമാരൊക്കെ ഞങ്ങളൊക്കെ അടുത്ത ഹോസ്പിറ്റൽ കേട്ടോ. അതുകൊണ്ട് കുറച്ച് സാധനം കൊട്ടയില് തുണികളും ഇതൊക്കെ എടുത്തു വെക്കും. ബാക്കിയൊക്കെ പിന്നെ ഞങ്ങൾ അത്രയൊന്നും കൊണ്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മറന്നാലും പോയി എടുത്തോണ്ടാനുള്ള ഇതുള്ളൂ. ഇപ്പൊ നമ്മൾ കുറെ ദൂരല്ലേ. പിന്നെ അതുമല്ല ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാതും ഉണ്ടെങ്കിൽ പിന്നെ കുട്ടിക്കുള്ള കഷ്ണത്തുണികളും പിന്നെ എന്താ കോട്ടൺ സാരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉമ്മച്ചി പട്ടാമ്പിയിൽ എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. അത് നല്ല വെള്ള മല്ലിന്റെ തുണിയൊക്കെ മേടിച്ച് കഴുകി കഷ്ണങ്ങളാക്കി വക്കൊക്കെ അടിച്ച് ഇസ്തിരി ഇട്ട് ഉമ്മച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ പട്ടാമ്പി വീട്ടില്. അപ്പൊ പട്ടാമ്പി വീട്ടിലുണ്ട് ഒരു കൊട്ട, പിന്നെ ഒരു ബാഗ്, പിന്നെ ഈ ഒരു ബേബീന്റെ കൊട്ട, പിന്നെ അടുക്കള സാധനങ്ങള്, പിന്നെ നമ്മളെ ഈ ഒരു വാനിറ്റി ബാഗ്. അത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഈ ഒരു സംഭവം. ഇത്രയാണ് നമ്മളെ ബാഗ് പാക്കിങ്. അപ്പൊ ഞങ്ങളെ പാക്കിങ്ങിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.